ഇന്നത്തെ വീഡിയോ ചുരക്കയുടെ ഒരു കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതിന് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുക. പിന്നെ കടുക് ഒരു ചെറിയ സ്പൂൺ. ഇതിപ്പോൾ എൻ്റേത് ചെറിയൊരു ചുരക്കയാണ്. നമ്മൾ എത്ര പേർക്ക് ഉണ്ടാക്കുന്നോ കഷ്ണത്തിനനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ടു. ജീരകം കടുകും പൊട്ടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി പച്ചമുളകും ചേർക്കണം. എന്നിട്ട് അതിനെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇടുക. തക്കാളിയും കുറച്ച് സമയം ഇളക്കണം. ഇളക്കിയിട്ടാകുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇടാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കുറച്ച് സമയം, ആ മുളകിൻ്റെയൊക്കെ കാരം പോകുന്ന പോലെ. അതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ഇടേണ്ടത്. ഇത് കുക്കറിൽ വെച്ചിട്ട് വിസിൽ വിടുന്നതുകൊണ്ട് കഷ്ണം കുറച്ച് വലുതാവുന്നതാണ് നല്ലത്. വളരെ ഇപ്പോൾ ഈ അരിഞ്ഞതിൻ്റെ പകുതിയായിട്ട് അരിഞ്ഞ് ചിലപ്പോൾ കുറച്ച് അലിഞ്ഞു പോകും. വിസിൽ വിടുന്നതാണ് എല്ലാം കൂടി ചേർത്ത് നല്ല മിക്സായിട്ട് കിട്ടുക. അപ്പോഴേ നല്ല സ്വാദുണ്ടാവും. അതുകൊണ്ടാണ് വിസിൽ വിടുന്നത്. അപ്പോൾ അത് ഒരാളുടെ സൗകര്യം പോലെ ഇഷ്ടം പോലെ ചെയ്യാമത്. വേവിച്ചിട്ട് അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ പ്രഷറിൽ ചെയ്യണമെന്നോ. അപ്പോൾ ഞാൻ കഷ്ണം ഇട്ടു, എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ പരിപ്പ്, സാമ്പാറിൻ്റെ പരിപ്പ്, അതായത് തോരൻ പരിപ്പ് നേരത്തെ കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിൽ നല്ല മാഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കഷ്ണം ഇട്ടിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്വാദും ഉണ്ടാവും. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല കറിയാണ്. പിന്നെ ഈ കഷ്ണം എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഷുഗറിനും എല്ലാം നല്ല ഹെൽത്തി വെജിറ്റബിളാണ് ഈ ചുരക്ക. പരിപ്പ് എല്ലാം ചേർത്തതിന് ശേഷം ഒരു വിസിൽ വിട്ടാൽ മതി കഷ്ണം വേവാൻ. മല്ലിയില ഇട്ട് കൊടുക്കണം. വിസിൽ പോയതിന് ശേഷം, പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇതാണ് പ്രിപ്പറേഷൻ. അപ്പോൾ ഇത്ര പെട്ടെന്ന് കറിയായി. നല്ല ടേസ്റ്റുള്ള കറി. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.